നമ്മുടെ ചിന്തകൾക്കും അപ്പുറമായ ഒരു ലോകത്തേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. തെക്കേ അമേരിക്കയിലെ പെറു എന്ന രാജ്യം, അവിടുത്തെ വരണ്ട വിജനമായ മരുഭൂമി, പേര് നസ്ക. നിങ്ങളൊരു ചെറിയ വിമാനത്തിൽ ഈ മണൽക്കൂനകൾക്ക് മുകളിലൂടെ പറക്കുകയാണെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് മണ്ണിൽ കൊത്തിവെച്ചതുപോലെയുള്ള ഈ കൂറ്റൻ വരകളിലാണ്. അവ വെറും വരകളല്ല, കിലോമീറ്ററുകളോളം നീളുന്ന റൺവേകൾ, കൃത്യമായി ചതുരങ്ങൾ, ത്രികോണങ്ങൾ. കുറച്ചും കൂടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഞെട്ടിപ്പിക്കുന്നവയാണ്. ഭീമാകാരനായ ഒരു ചിലന്തി മണ്ണിൽ കൊത്തിവെച്ചിരിക്കുന്നു. വിചിത്രമായ രീതിയിൽ കൈവീശുന്ന ഒരു മനുഷ്യരൂപം. ഭൂമിയിൽ നിന്ന് നോക്കിയാൽ തിരിച്ചറിയാൻ സാധിക്കാത്ത, ആകാശത്തു നിന്ന് നോക്കിയാൽ മാത്രം പൂർണ്ണ രൂപങ്ങൾ തെളിയുന്ന ഈ വിസ്മയങ്ങളെയാണ് ലോകം നസ്ക ലൈൻസ് എന്ന് വിളിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ആധുനിക സാങ്കേതിക വിദ്യയുടെ നിഴൽ പോലും ലഭിക്കാതിരുന്ന കാലഘട്ടത്തിൽ അവർ എന്തിനാണ് ഈ രൂപങ്ങൾ നിർമ്മിച്ചത്? നമ്മുടെ ഈ പരിവേഷണം ആരംഭിക്കുന്നത് പമ്പ കൊളറാഡോ എന്ന ചുവന്ന മണൽ പ്രദേശത്തു നിന്നുമാണ്. ഏകദേശം 450 മുതൽ 500 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ഈ വിചിത്ര രൂപങ്ങൾ വ്യാപിച്ചു കിടക്കുന്നു. ഇവിടുത്തെ മണ്ണ് പ്രത്യേകതയുള്ളതാണ്. ഉപരിതലത്തിൽ ഇരുമ്പോക്സൈഡ് നിറഞ്ഞ് ഇരുണ്ട കല്ലുകൾ നിറഞ്ഞതാണ്. ആ കല്ലൊന്നു മാറ്റിക്കഴിഞ്ഞാൽ അടിയിൽ വെളുത്ത മണൽ കാണാം. ഈ പ്രത്യേകതയാണ് നസ്ക ജനത ഉപയോഗിച്ചത്. പക്ഷെ ചോദ്യം ഇതാണ്, ഈ പ്രദേശം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വരണ്ട പ്രദേശങ്ങളിൽ ഒന്നാണ്. വർഷത്തിൽ വിരലെണ്ണാവുന്ന മിനിറ്റുകൾ മാത്രം മഴ ലഭിക്കുന്ന ഒരിടം. പക്ഷെ എങ്ങനെയാണ് 2000 വർഷങ്ങളോളം ഈ വരകൾ മായാതെ നിന്നത്? പ്രകൃതിദത്തമായ ഒന്നും തന്നെ ഈ വരകളെ സ്പർശിക്കാത്തതിന് പിന്നിലെ ശാസ്ത്രീയമായ തെളിവുകൾ നമ്മൾ ഇതിൽ പരിശോധിക്കും. നസ്ക ലൈനുകളെ കുറിച്ച് നൂറുകണക്കിന് സിദ്ധാന്തങ്ങളുണ്ട്. ചിലർ പറയുന്നു ഇതൊരു ആകാശ കലണ്ടറാണെന്ന്. ചിലർ പറയുന്നു ഇതൊരു അന്യഗ്രഹ ജീവികൾ ഇറങ്ങാനുള്ള എയർ സ്ട്രിപ്പ് ആണെന്ന്. എന്തിനാണ് അവർ കുരങ്ങനെയും പാമ്പിനെയും ഒക്കെ മണ്ണിൽ വരച്ചത്? ഈ മരുഭൂമിയിൽ ഓരോ രേഖയ്ക്കും ഓരോ ചരിത്രം പറയാനുണ്ട്. ആ ചരിത്രത്തിലേക്കാണ് നമ്മൾ ഇന്ന് ടോക്ക് വിത്ത് റോണിക്സിൽ പോകാൻ പോകുന്നത്. നൂറ്റാണ്ടുകളോളം നസ്കയിലെ മണൽ രൂപങ്ങൾ ആരുടെയും കണ്ണിൽപ്പെടാതെ കിടക്കുകയായിരുന്നു. കാൽനട യാത്രക്കാർക്കും കുതിരപ്പുറത്ത് പോകുന്നവർക്കും ഇവ വെറും കല്ലുകൾ നീക്കം ചെയ്ത് സാധാരണ പാതകളോ അല്ലെങ്കിൽ പ്രകൃതിദത്തമായ അടയാളങ്ങളോ മാത്രമായിരുന്നു. എന്നാൽ 1920 കാലഘട്ടങ്ങളിൽ പെറുവിന്റെ ആകാശം വിമാനങ്ങൾക്കായി തുറന്നു കൊടുത്തു. ലിമയിൽ നിന്നും തെക്കൻ പെറുവിലേക്ക് ആദ്യകാല വിമാനയാത്ര നടത്തിയവർ കണ്ട കാഴ്ച വിശ്വസിക്കാനാവാത്തതായിരുന്നു. മനുഷ്യൻ ഭൂമിയിൽ നിന്ന് നോക്കിയപ്പോൾ കാണാത്ത സത്യം ആകാശത്ത് നിന്ന് നോക്കിയപ്പോൾ വെളിപ്പെട്ടു. ഇത് വെറും ഒരു യാദൃച്ഛികതയല്ലെന്നും ഇതിന് പിന്നിൽ വലിയൊരു സംസ്കാരത്തിന്റെ പദ്ധതി ഉണ്ടെന്നും ലോകം മനസ്സിലാക്കാൻ തുടങ്ങി. 1926 പെറുവിയൻ പുരാവസ്തു ഗവേഷകനായ ടൊറുബിയോ മെജിയ ഡെസ്പെ ഈ പ്രദേശത്ത് കാൽനടയായി യാത്ര ചെയ്ത് പഠനങ്ങൾ നടത്തി. മതപരമായ ഘോഷയാത്രകൾക്കും ചടങ്ങുകൾക്കുമായി നിർമ്മിച്ച പാതയാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ കണ്ടെത്തൽ. 1930കളുടെ അവസാനത്തിൽ അമേരിക്കൻ പ്രൊഫസറായ പോൾ കൊസോക്കി നസ്കയിലെത്തി. ജലസേചന സംവിധാനങ്ങളെക്കുറിച്ച് പഠിക്കാനായിരുന്നു അദ്ദേഹം വന്നതെങ്കിലും നസ്കയിലെ വരകൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധ മാറ്റി. 1941 ജൂൺ 21 ഒരു പ്രത്യേക വരയുടെ അറ്റത്ത് സൂര്യൻ കൃത്യമായി അസ്തമിക്കുന്നത് അദ്ദേഹം നിരീക്ഷിച്ചു. അദ്ദേഹം ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു, ഇത് വെറും വരകളല്ല, ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ജ്യോതിശാസ്ത്ര പുസ്തകമാണ്. നക്ഷത്രങ്ങളുടെ ഗതിയും ഋതുഭേദങ്ങളും കൃത്യമായി മനസ്സിലാക്കാൻ നസ്ക ജനത നിർമ്മിച്ച കലണ്ടറാണിത്. ഇതോടെ നസ്ക ലൈനുകൾ അന്താരാഷ്ട്ര ചർച്ചാ വിഷയമായി. നസ്ക ലൈനുകളുടെ ചരിത്രം പറയുമ്പോൾ മരിയ റീച്ച് എന്ന ജർമ്മൻ ഗണിതശാസ്ത്രജ്ഞയെക്കുറിച്ച് പറയാതെ കഥ പൂർണ്ണമാകില്ല. പോൾ കൊസോക്കിന്റെ സഹായിയായി എത്തിയ മരിയ പിന്നീട് നസ്കയുടെ കാവലാളായി മാറി. 40 വർഷത്തിലേറെ കാലം അവർ ആ വിജനമായ മരുഭൂമിയിൽ താമസിച്ച് ഈ വരകളെക്കുറിച്ച് പഠിച്ചു. ഒരു കൈയിൽ ചൂലും മറുകൈയിൽ ഏണിയുമായി മണലിലെ ഓരോ വരകളും വൃത്തിയാക്കുന്നത് അത്ഭുതത്തോടെ നാട്ടുകാർ നോക്കി നിന്നു. ഭ്രാന്തി എന്ന് ചിലർ വിളിച്ചു. പക്ഷേ പിന്നീട് അവരായിരുന്നു ശരിയെന്ന് കാലം തെളിയിച്ചു. ഈ വരകൾ സംരക്ഷിക്കാനായി സ്വന്തം പണം മുടക്കി അവർ ഗാർഡുകളെ നിയമിച്ചു. ആളുകൾ ഇങ്ങോട്ട് അതിക്രമിച്ചു കിടക്കുന്നത് സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തി അവർ തടഞ്ഞു. മരിയ റീച്ച് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന പല വരകളും വാഹനങ്ങൾ കയറിയിറങ്ങി നശിച്ചു പോകുമായിരുന്നു. അവർ വരകൾ അളന്നു, കോണുകൾ കണക്ക് കൂട്ടി. ഇതിന്റെ ഗണിതശാസ്ത്രപരമായ കൃത്യത ലോകത്തിനു മുന്നിൽ തെളിയിച്ചു. 1940 മുതൽ 1998 അവർ മരിക്കുന്നത് വരെ ആ മരുഭൂമിയിൽ താമസിച്ചു. അവരുടെ പരിശ്രമഫലമായാണ് 1994 യുനെസ്കോ നസ്ക ലൈനുകളെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇന്ന് നസ്കയിൽ പോകുന്നവർക്ക് മരിയ താമസിച്ചിരുന്ന വീട് ഒരു മ്യൂസിയമായി കാണാം. നസ്ക ലൈനുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരേണ്ടത് അവിടുത്തെ മണ്ണാണ്. ഇത് വെറും മരുഭൂമിയല്ല, ലോകത്തിലെ ഏറ്റവും വരണ്ട പ്രദേശങ്ങളിൽ ഒന്നാണ്. 2000 വർഷത്തോളം ആ വരകൾ മാഞ്ഞു പോകാതെ നിൽക്കാൻ കാരണം അവിടുത്തെ കാലാവസ്ഥയാണ്. നസ്കയിലെ ഉപരിതലം പരിശോധിച്ചാൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഇരുമ്പോക്സൈഡ് നിറഞ്ഞ കല്ലുകളാണ്. ഈ കല്ലുകൾക്കടിയിൽ വെള്ളയോ മഞ്ഞയോ നിറമുള്ള മണലുകളുണ്ട്.
നസ്ക ജനത ചെയ്തത് വളരെ ലളിതമെന്ന് തോന്നാവുന്ന എന്നാൽ അതിശക്തമായ ഒരു പ്രവൃത്തിയാണ്. അവർ മുകളിലത്തെ ഇരുണ്ട കല്ലുകൾ മാറ്റി താഴെയുള്ള വെളുത്ത മണ്ണ് പുറത്തെടുത്തു. പക്ഷെ 10 മുതൽ 15 വരെ സെന്റിമീറ്റർ മാത്രം ആഴമുള്ള ഈ വരകൾ എങ്ങനെയാണ് 2000 കൊല്ലത്തോളം മായാതെ നിന്നത്? അതിന് കാരണം അവിടുത്തെ കാറ്റാണ്. നസ്കയിലെ കാറ്റ് ഭൂമിയോട് ചേർന്ന് വീശുന്നത് വളരെ കുറവാണ്. അതുമാത്രമല്ല, പകൽ സമയത്ത് അവിടുത്തെ കല്ലുകൾ ചൂടായി അവിടെ ഒരു ചൂടുവായുവിന്റെ പാളി രൂപപ്പെടുന്നു. ഇത് കാറ്റിനെ മുകളിലേക്ക് ഉയർത്തുന്നു. അങ്ങനെ മണൽ ഈ വരകളിലേക്ക് വീഴാതെ സംരക്ഷിക്കപ്പെടുന്നു. ഇനി നമുക്കിതിന്റെ സാങ്കേതിക വശങ്ങളിലേക്ക് കിടക്കാം. ഒരു വിമാനമോ ഹെലികോപ്റ്ററോ ഇല്ലാതിരുന്ന കാലത്ത് 100 മീറ്ററിലധികം വലുപ്പമുള്ള ചിത്രങ്ങൾ അവർ എങ്ങനെയാണ് ഒരു തെറ്റും കൂടാതെ വരച്ചത്? ഒരു സർവേയിങ് ഉപകരണം പോലും ഇല്ലാതിരുന്നിട്ടും കിലോമീറ്ററുകളോളം എങ്ങനെയാണ് തെറ്റാതെ നേർരേഖ അവർ വരച്ചത്? ഗവേഷകർ പറയുന്നത് നസ്ക ജനത മോഡൽ സ്കെയിലിംഗ് അല്ലെങ്കിൽ ഗ്രിഡ് സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ടാകുമെന്നാണ്. അതായത് ചെറിയ തുണിയിലോ മണലിലോ ചിത്രങ്ങൾ ചെറുതായി വരയ്ക്കുന്നു. അതിനുശേഷം മരത്തടികളും ചരടുകളും ഉപയോഗിച്ച് മരുഭൂമിയിലേക്ക് വലുതാക്കി വരയ്ക്കുന്നു. മധ്യഭാഗത്ത് ഒരു കുറ്റിയടിച്ച് അതിലൊരു ചരട് കെട്ടി വട്ടത്തിൽ കറങ്ങിയാൽ കൃത്യമായ വൃത്തങ്ങൾ ഉണ്ടാക്കാം. നേർരേഖയ്ക്കായി ദൂരെയുള്ള മലകളോ നക്ഷത്രങ്ങളോ അടയാളമായി അവർ ഉപയോഗിച്ചിരിക്കാം. മരിയാറിച്ച് തന്റെ പഠനത്തിൽ കണ്ടെത്തിയത് ഈ വരകളുടെ സമീപത്ത് ധാരാളം കുറ്റിയടിച്ചതിന്റെ പാടുകളാണ്. ഈ കുറ്റിയിൽ ചരട് കെട്ടിയിട്ടാണ് വരകളുടെ വളവുകളും തിരിവുകളും അവർ നിശ്ചയിച്ചിരുന്നത്. ഉദാഹരണത്തിന് നസ്കയിലെ ചിലന്തി, അവയുടെ 8 കാലുകളും ശരീരവും ഓരോ വശത്തും കൃത്യമായ കണക്കുകളിലാണ്. ഇത് വെറുതെ വരയ്ക്കുന്നതല്ല, കൃത്യമായ ഗണിതശാസ്ത്രപരമായ കണക്കുകൂട്ടലുകളുടെ ഫലമാണ്. ഈ നിർമ്മാണത്തിന് എത്ര പേർ അധ്വാനിച്ചിട്ടുണ്ടാകും? പഠനങ്ങൾ പറയുന്നത് ചുരുങ്ങിയ ആളുകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാവുന്ന ഒന്നല്ല ഇതെന്നാണ്. നസ്ക സംസ്കാരത്തിലെ നൂറുകണക്കിന് ആളുകൾ തലമുറകളോളം അധ്വാനിച്ചിട്ടാണ് ഈ അത്ഭുത നിർമ്മിതി നിർമ്മിച്ചിട്ടുള്ളത്. ഓരോ ഗോത്രത്തിനും ഓരോ പ്രത്യേക മൃഗരൂപങ്ങൾ നിർമ്മിക്കാനുള്ള ചുമതല ഉണ്ടായിരുന്നിരിക്കണം. ഇവിടെ 800-ലധികം നേർരേഖകളും 300-ലധികം ജാമിതീയ രൂപങ്ങളും 70ഓളം സസ്യമൃഗ ചിത്രങ്ങളുമുണ്ട്. ആസ്ട്രോനോട്ട്, ഒരു കുന്നിൻ ചെരുവിൽ കാണപ്പെട്ട ഒരു മനുഷ്യരൂപം. ഈ മനുഷ്യരൂപത്തിന് ബഹിരാകാശ സഞ്ചാരിയുടേതായ സാമ്യമുണ്ട്. ഇത് ഏറ്റവും വിവാദമായൊരു ചിത്രമായിരുന്നു. അടുത്തത് കുരങ്ങൻ. ചുരുളൻ വാലുള്ള ഈ രൂപം നസ്കയിലെ ഏറ്റവും പ്രശസ്തമായ ചിത്രങ്ങളിലൊന്നാണ്. ആമസോണിൽ കാണപ്പെടുന്ന കുരങ്ങന്റെ അതേ രൂപസാദൃശ്യമുള്ളതുകൊണ്ട് തന്നെ അവിടുത്തെ ജലസമൃദ്ധിയെക്കുറിച്ച് നസ്ക ജനതയ്ക്ക് അറിവുണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കുന്നു. കോണ്ടോർ, വലിയ ചിറകുകളുള്ള ഈ പക്ഷി നസ്ക സംസ്കാരത്തിലെ ദൈവങ്ങളുടെ സന്ദേശവാഹകനായാണ് കരുതപ്പെട്ടിരുന്നത്. ഇവ കൂടാതെ തിമിംഗലം, പട്ടി, പൂച്ച, മരങ്ങൾ എന്നിവയുടെ രൂപങ്ങളും ഈ ചിത്രത്തിലുണ്ട്. എന്തിനു വേണ്ടി നിർമ്മിച്ചു? ഇതാണ് നസ്ക ലൈനുകളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ചോദ്യം. ഇതിന് ആസ്പദമായി നിരവധി സിദ്ധാന്തങ്ങൾ ഉണ്ട്. ജ്യോതിശാസ്ത്ര കലണ്ടർ. പോൾ കൊസോക്കും മരിയാറിച്ചും വിശ്വസിച്ചിരുന്നത് ഇതൊരു ജ്യോതിശാസ്ത്ര കലണ്ടറാണെന്നാണ്. സൂര്യന്റെ ഗതിയും നക്ഷത്രങ്ങളുടെ സ്ഥാനവും കൃത്യമായി മനസ്സിലാക്കാൻ ഇത് അവരെ സഹായിച്ചിരുന്നു. അന്യഗ്രഹ ജീവികൾ. എറിക് വോൺ ഡാനിക്കൽ തന്റെ ചാരിയറ്റ്സ് ഓഫ് ദി ഗോഡ്സ് എന്ന പുസ്തകത്തിലൂടെ മുന്നോട്ട് വെച്ച സിദ്ധാന്തമാണിത്. ഇവ അന്യഗ്രഹ ജീവികളുടെ വിമാനങ്ങൾക്കുള്ള ലാൻഡിംഗ് സ്ട്രിപ്പ് ആയിരുന്നുവെന്ന് ഇദ്ദേഹം വിശ്വസിച്ചു. പക്ഷേ ഇതിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നുമില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ജപ്പാനിലെ യമഗത സർവകലാശാല അടുത്തിടെ 300-ലധികം പുതിയ രൂപങ്ങൾ കണ്ടെത്തി. ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ഈ പഠനങ്ങൾ നസ്കയുടെ രഹസ്യങ്ങളുടെ പുതിയ വാതിലുകൾ തുറക്കുന്നു. 1994-ൽ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇത് ഉൾപ്പെടുത്തിയെങ്കിലും കാലാവസ്ഥാ വ്യതിയാനവും മനുഷ്യന്റെ ഇടപെടലുകളും മൂലം ഇത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും തലമുറയ്ക്കായി ഈ അത്ഭുതം നിലനിർത്തേണ്ടത് ചരിത്രത്തോടുള്ള നമ്മുടെ കടമയാണ്. ഇന്ന് നമ്മൾ ടോക്ക് വിത്ത് റോണിക്സിൽ കണ്ടത് ലോകത്തിലെ ഏറ്റവും അത്ഭുതകരവും നിഗൂഢവുമായ വരകളെക്കുറിച്ചാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഇറ്റ്സ് മീ ഐവിൻ ജോസ് സൈനിങ് ഓഫ്.